ഹേയ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഈ കളം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ പരിപാടിയെന്ന്. നാളെ ചെറിയൊരു പൂക്കള മത്സരമുണ്ട്. ഈ വല്ലാത്ത പണി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മ. ഇന്നലെ ഫാമിലിയിൽ വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഈ ഒരു വര 10:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 മുതൽ ഓൾമോസ്റ്റ് ഒരു 1 hour ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പൂവിടുന്നതും പൂ വരയുന്നതൊക്കെ ഭയങ്കര പണിയുള്ള പണിയല്ലേ ഗൈസ്? അപ്പോൾ നിങ്ങൾ ആ വരയ്ക്കുന്ന വീഡിയോ ഒന്ന് പോയി കണ്ടു കേട്ടോ. പണ്ട് മുതലേ പൂവിടുന്നതും പൂ വരയ്ക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ മേൽക്കൈ എടുത്ത് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ജാനി ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൂവിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പൂവിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് സമ്മാനമൊക്കെ കിട്ടി. അത് കഴിഞ്ഞൊരു 2 weeks കഴിഞ്ഞപ്പോൾ ഞാൻ ജാനീനെ ഡെലിവറി ചെയ്തു. ബിക്കോസ് എനിക്ക് ബ്ലീഡിംഗ് ഒക്കെ ആയി. ഇപ്പോഴത്തെ ജാനിക്ക് 3 വയസ്സാവാൻ പോകുന്നു. അപ്പോൾ അവൾക്ക് അറിയാനുള്ള പ്രായമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ ചെയ്യാറില്ല കേട്ടോ. ജാനി നല്ല ബേബിയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി പൂവൊക്കെ അരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ സൈഡായി. ഓൾമോസ്റ്റ് ഒരു 11:20 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അമ്മ 4 ഉറക്കം കഴിയേണ്ട സമയം കഴിഞ്ഞിരുന്നു. പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചപ്പോൾ തന്നെ ഞാൻ ടയേർഡായി ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ നാളെ രാവിലെ ഏർലി മോർണിംഗ് എണീക്കാമെന്ന് വിചാരിച്ചു. 7 മണി ആയപ്പോഴാണെന്ന് തോന്നുന്നു എണീറ്റത്. അതിനു മുമ്പ് ഒരു കാര്യം പറയണ്ട കേട്ടോ ഗൈസ്. ഇന്നലെ ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഓണം. അപ്പോൾ അതിൻ്റെ തിരുവാതിര കളിയൊക്കെ ഉണ്ട്. നിങ്ങൾ പോയിട്ട് കാണുക കേട്ടോ വീഡിയോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. നാളെ രാവിലെ ഇരിക്കുന്നു. ഞാൻ എന്താ കണ്ടോ എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്തു. കാരണം എപ്പോഴാണ് പൂട്ട് കഴിയാമെന്ന് അറിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അമ്മയ്ക്ക് സഹായിച്ചു കേട്ടോ അരിയാനൊക്കെ. ഞാൻ ബാക്കി പൂവിടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം 11 മണിയാകുമ്പോൾ ജഡ്ജസ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ പൂവൊക്കെ ഇട്ട് കുറേ ലേറ്റായി ഉറങ്ങുമ്പോൾ കണ്ണു കൊണ്ടില്ല കുഴിയില്ല. അപ്പോൾ ഇന്ന് പൂവിടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. 8 മണിയായി. അപ്പോൾ ഇനി പൂവിട്ടത് ഇത് രാവിലെ എണീറ്റപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കാരണം എപ്പോഴാണ് ഇനി പച്ചവെള്ളം കിട്ടുകയെന്ന് അറിയില്ലല്ലോ. അമ്മയ്ക്കും എല്ലാവർക്കും കല്യാണത്തിനൊക്കെ പോകാനുണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പിന്നെ പൂവിടാനൊക്കെ തുടങ്ങി കേട്ടോ. ഇനി നിങ്ങൾ പൂവൊക്കെ ഇടുന്നത് കണ്ടു പോകാം കേട്ടോ. അതിനിടയ്ക്ക് കുറേ ജാനി ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയത് കൊണ്ട് കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ കേട്ടോ പ്ലീസ്. എൻ്റെ അമ്മോ, ഒരു 2.5 മണിക്കൂറിൻ്റെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളങ്ങനെ അവസാനം പൂവിട്ട് കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മയും ജാനിയും എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഞാൻ പൂവിട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്. ഇനി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ജാനിനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രചോദനമാവുന്ന നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് കേസ്. അപ്പോൾ ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന